രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിമാനത്തിൽ കയറിയതായിട്ടുള്ള രാമലക്ഷ്മണ സുഗ്രീവ വിഭീഷണന്മാരും വാനരന്മാരുമെല്ലാം ഭരദ്വാജ ആശ്രമത്തിൽ രാമൻ കൂട്ടരും വസിച്ചു എന്ന് പറയണു. വാനരന്മാരൊക്കെ വിമാനത്തിൽ തന്നെ ഇരുന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇവർ ഭരദ്വാജനെ വന്ദിച്ചു. പഞ്ചമി നാളിലാണ്, 14 വർഷം പൂർത്തിയാക്കുന്ന പഞ്ചമി നാളിലാണ് ഭരദ്വാശ്രമത്തിലെത്തി താഴ്മയായി ഭരദ്വാജ മഹർഷിയെ വന്ദിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു മഹർഷിമാരിൽ ഒരാൾ. പല സിദ്ധികളും പല അനുഗ്രഹ ശക്തികളൊക്കെ ഉള്ള മഹർഷിയാണ് ഭരദ്വാജൻ. വനവാസത്തിന് പോകുമ്പോൾ അവിടെ കയറി തിരിച്ചു വരുമ്പോഴും കയറാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പം ആദ്യം ചോദിച്ചത്, അയോധ്യാവാസികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന അയോധ്യാവാസികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? ഭരതൻ എന്തു പറയുന്നു? അങ്ങേക്കെല്ലാം അറിയാം. ഭരദ്വാജനോട് ഇപ്പോൾ ചോദിച്ചിട്ട് എന്താ കാര്യം? അയോധ്യയിൽ നന്ദിഗ്രാമത്തിൽ വസിക്കുന്ന ഭരതനെ കുറിച്ചിട്ട് ഭരദ്വാജനെ എങ്ങനെ അറിയാം എന്നാണെങ്കിൽ അതാണ് ഉത്തരം പറയുന്നത്. അങ്ങേക്കെല്ലാം അറിയാമല്ലോ. അങ്ങേക്ക് അറിയാത്ത കാര്യം ഈ ലോകത്തിലുണ്ടോ മഹർഷി? അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദിച്ചതിൽ ഒരു തെറ്റോ അല്ലെങ്കിൽ ഒരു പാകതയില്ല. അങ്ങേക്ക് അറിയാം, എനിക്ക് ഉത്തരം തരാൻ കഴിയും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ചോദിച്ചത്. എല്ലാം അറിയുന്ന അങ്ങയോട് ചോദിക്കാനുള്ള കാരണം ഉത്തരം കിട്ടും എന്ന് കരുതി തന്നെയാണ്. അപ്പോൾ പറഞ്ഞു എല്ലാവർക്കും സുഖമാണ്. ആ ഭരതൻ വ്രതചര്യയിൽ ജടാചീരധാരിയായിട്ട് കാട്ടിലത്തെ ഇലകൾ, ചീരം മുതലായിട്ടുള്ള വസ്ത്രങ്ങൾ, വൽക്കലങ്ങൾ ധരിച്ച് അങ്ങയുടെ പാദുകം പൂജിച്ച് കഴിഞ്ഞുകൂടുകയാണ് രാമ. ത്യാഗത്തിൻ്റെയും വ്രതത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായിട്ട് ഗോമൂത്രത്തിൽ കലക്കിയ ഭക്ഷണമാണ് കഴിക്കുന്നത്. ജീവൻ മാത്രമേ കിടക്കണ്ടൂ, സ്വാദ് അനുഭവിക്കില്ല, സ്വാദ് അറിയില്ല. ഏട്ടൻ എന്ന് തിരിച്ചു വരുന്നു, അന്നേ ഞാൻ സ്വാദ് അറിഞ്ഞ് കഴിക്കുള്ളൂ എന്ന ഭാവേന അത്രയും വ്രതചര്യയിൽ കാട്ടുകായ്കളും കനികളും എന്തേ കിട്ടിയേച്ചാൽ അത് കഴിച്ചിട്ട് രാമ ആ ഭരതൻ അവിടെ കഴിയുന്നുണ്ട്. കളവറ്റ ആനന്ദം തോന്നുന്ന രാഘവ. ഭരദ്വാജ മഹർഷി പറയണം, അങ്ങയുടെ എല്ലാവിധ സുഖദുഃഖവും ഞാൻ അറിയുന്നു. ശരിക്കും ഈ 14,000 രാക്ഷസന്മാരെ വധിച്ചതും മാരീചനെ വധിച്ചതും സീതയെ അപഹരിച്ചതും അതിനുവേണ്ടി സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്ത് രാവണനെ വധിച്ചതും ശബരിക്ക് മോക്ഷം കൊടുത്തതും ഹനുമാനുമായിട്ട് കണ്ടതും സേതു ബന്ധിച്ചതും രാവണവധത്തെക്കുറിച്ചും എല്ലാം ഇവിടെ ദിവ്യദൃഷ്ടിയാൽ ഞാൻ അറിഞ്ഞു. നാളെ ഭരദ്വാജനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടാതിരിക്കില്ല ഏത് കാര്യമെന്ന് പറഞ്ഞത്. ജ്ഞാനദൃഷ്ടിയാൽ രാമ എല്ലാം ഞാൻ അറിഞ്ഞു. ആരും പറഞ്ഞിട്ടല്ല. ജ്ഞാനദൃഷ്ടിക്ക് അങ്ങനെയുള്ള കഴിവുണ്ട്. എത്രയോ കിലോമീറ്റർ ദൂരത്തുള്ള സൂര്യൻ, അതിൻ്റെ ചുറ്റുമുള്ള ഗ്രഹങ്ങൾ ഒക്കെ എങ്ങനെയാണ് പണ്ടുള്ള ഒരു ഭാഗവത്തിൽ പറഞ്ഞിട്ട് പഞ്ചമസ്കന്ധത്തിൽ അതൊക്കെ എങ്ങനെ കണ്ടു ചോദിച്ചാൽ ദിവ്യദൃഷ്ടി കൊണ്ടാണ്. ഗർഭത്തെ ശിശുവിൻ്റെ വളർച്ച എങ്ങനെ കണ്ടു? അന്ന് സ്കാനിങ്ങോ എക്സ്റേ ഒന്നുമില്ല. പക്ഷേ അതാത് മാസത്തിൽ അപ്പം ദിവ്യദൃഷ്ടി കൊണ്ട് പലതും പണ്ട് കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ അർഘ്യം പാദം മുതലായിട്ടതൊക്കെ സമർപ്പിച്ച് അതായത് രാമനെ മഹർഷി ഇങ്ങോട്ട് പൂജിച്ചു. മഹർഷി അങ്ങോട്ടും പൂജിക്കണം ഇങ്ങോട്ടും പൂജിക്കണം. ഈശ്വരൻ എന്നുള്ള നിലയ്ക്ക് രാമനെ പൂജിക്കുന്നത് തെറ്റില്ല. മഹർഷി എന്നുള്ള നിലയ്ക്ക് മനുഷ്യഭാവത്തിൽ മഹർഷിയാണോ വലുത്? അങ്ങോട്ടും എന്തെങ്കിലും വരം അങ്ങേക്ക് വേണോ, എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ട് അങ്ങേക്ക് പോവാം എന്ന് പറഞ്ഞു. ധീമാനായ രാജകുമാരൻ ആയിട്ടുള്ള രാമൻ അതിന് തടസ്സമൊന്നും പറഞ്ഞില്ല. ആയിക്കോട്ടെ, എനിക്ക് വേണ്ടത് എന്താ വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ടേ അല്ല എനിക്ക് വരങ്ങൾ വേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. വൃക്ഷങ്ങൾ എപ്പോഴും പൂത്ത് കായ്ക്കണം മഹർഷി, അങ്ങനെ ഒരു വരം തരുമോ? ആയിക്കോട്ടെ. അങ്ങ് ചെല്ലുമ്പോഴേക്ക് എല്ലാ വൃക്ഷങ്ങളും പൂത്തുലഞ്ഞ് എനിക്ക് കാലൊന്നും നോക്കണ്ട എന്നാണ്. എപ്പോഴും അതിൽ പഴങ്ങൾ ഉണ്ടാവണം. എൻ്റെ അയോധ്യ എപ്പോഴും സമൃദ്ധമാവണം. ആയിക്കോട്ടെ. തഥാസ്തു തഥേതി ച പ്രതിജ്ഞാതേ വചനാൽ സമനന്തരം
അങ്ങനെയായിട്ട് തീരും. ദുർഗന്ധ പുഷ്പങ്ങളൊക്കെ സദ്ഗന്ധ പുഷ്പങ്ങളായി എന്നൊക്കെ രാമരാജ്യത്തെ വർണ്ണിക്കുമ്പോൾ പറയണമുണ്ടല്ലോ. ഇങ്ങനെയുള്ള അനുഗ്രഹം കൊണ്ടാണ് അതൊക്കെ. അങ്ങനെ ആ മർക്കടന്മാരൊക്കെ വളരെയേറെ സന്തുഷ്ടരായി. ജനങ്ങളൊക്കെ ക്ഷേമം ആണ്. ഭഗവാൻ രാമൻ ഹനുമാനെ അയോധ്യയിലേക്ക് ഒന്ന് അയക്കുകയാണ്. തൻ്റെ ആഗമനത്തെക്കുറിച്ചൊന്ന് മുൻകൂട്ടി അവർക്കൊരു വിവരം കിട്ടാൻ. ഒരുങ്ങാണ്ടാവുമല്ലോ പലരും സ്വീകരിക്കുകയെ അതിന് വേണ്ട ഒരുക്കങ്ങളോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് കണ്ടാൽ പോരാന്ന് പറഞ്ഞിട്ട് ഹനുമാൻ എൻ്റെ വരവിനെക്കുറിച്ചൊന്ന് അങ്ങ് അവിടെ പോയിട്ട് പറയണം. ശൃംഗവേരപുരത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ അടുക്കുന്നുണ്ടോ? അങ്ങോട്ട് അടുക്കുമ്പോൾ ശൃംഗവേരപുരം അവിടെയാണ് ഗുഹൻ. എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആ ഗുഹനോട് എന്നെ പറ്റി പറയുക. ഞാൻ അവിടെ ഒന്ന് പോവും. അവനെ സന്തോഷിപ്പിച്ചിട്ടാണ് അയോധ്യയിലേക്ക് കടക്കണുള്ളൂ എന്ന് പറഞ്ഞു. ആരോഗ്യയും ശോകരഹിതനും ക്ഷേമവാനുമാണ് ഞാൻ എന്ന് കേട്ടാൽ ഗുഹൻ സന്തോഷിക്കും. ഗുഹൻ്റെ ക്ഷേമത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, എൻ്റെ ക്ഷേമത്തിൽ ഗുഹനും സന്തോഷിക്കും. ഇത്രയൊക്കെ വർഷം വേണ്ട പോലെ ആഹാരമോ നിദ്രയോ ഇല്ലാതെ അലഞ്ഞത് കൊണ്ട് എനിക്ക് യാതൊരു കേടും ശരീരത്തിനില്ല, ക്ഷീണവും ഇല്ല എന്ന് അവനോട് പറയണം. എന്നാൽ തീർച്ചയായിട്ടും അവൻ സന്തോഷിക്കും. എൻ്റെ ഗുണത്തിൽ സന്തോഷിക്കുന്നതും ദുഃഖത്തിൽ ദുഃഖിക്കുന്നവനുമാണ് അവൻ. മാത്രമല്ല അയോധ്യയിലേക്ക് ഇതുവരെ ഹനുമാൻ പോയിട്ടില്ല. അപ്പോൾ ആ വഴി ഗുഹന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഹനുമാൻ അങ്ങേക്ക് ഇനി അയോധ്യയിലേക്ക് പോകണമല്ലോ, അതിന് വേണ്ട വഴി ഗുഹൻ പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭരതനോട് എൻ്റെ കുശലം നേരത്തെ പോയിട്ടൊന്നങ്ങനെ പറയുക. കാണാൻ പോണ പൂരം ആണെങ്കിലും ഉണ്ടായ സംഗതികളൊക്കെ പറയണം. സീതാപഹരണത്തെപ്പറ്റിയും ബാല്യവധത്തെപ്പറ്റിയും സീതാന്വേഷണത്തെപ്പറ്റിയും സേതുബന്ധനം, രാവണവധം മുതലായിട്ടതിനെ കുറിച്ചിട്ടൊക്കെ നേരത്തെ ഒന്ന് ഒരു പറയൽ അങ്ങയുടെ വക ആയിക്കോട്ടെ, അങ്ങാവുമൊന്നും വിടാതെ പറയുന്നത് എനിക്കറിയാം എന്നങ്ങനെ പറഞ്ഞു. വിജയിച്ച ഉത്തമമായിട്ടുള്ള കീർത്തി രാമൻ നേടി എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും ഭരതൻ സന്തോഷിക്കും. കാരണം എൻ്റെ വളരെയേറെ സ്നേഹിക്കുന്ന ആളാണ് ഭരതൻ. ലക്ഷ്മണൻ കഴിഞ്ഞാലാണോ ഒപ്പമാണോ പറയാൻ വയ്യ. ഒരാൾ കാട്ടിലേക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ട് വന്നില്ല എന്നല്ലോ, വരാമെന്ന് പറഞ്ഞല്ലോ ഭരതൻ. ഞാനും വരട്ടേന്ന്. വരരുത്, നീ നാട് വിജയിക്കണം എന്ന് നിർബന്ധിച്ചതുകൊണ്ടാണ് അവിടെ ഇരുന്നത്. മനസ്സ് മുഴുവൻ രാമൻ്റെ കൂടെയാണ്. അപ്പോൾ ഭരതൻ ലക്ഷ്മണനുമായ ആരും മീതെ താഴെയൊന്നും പറയാൻ വയ്യ. അതുകൊണ്ട് അവനോട് എൻ്റെ നല്ല കാര്യങ്ങളൊക്കെ പറയണം. ഐശ്വര്യമായിരിക്കുന്ന ഈ അയോധ്യയെ ആരാണ് മോഹിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആരെയാണ് ആകർഷിക്കാതിരിക്കുക? രാമൻ അയോധ്യ കഴിഞ്ഞിട്ടേ ബാക്കി എന്തും ഈ ലോകത്തിലുള്ളൂ. അതുകൊണ്ട് ആ അയോധ്യയുടെ ഐശ്വര്യമാണ് എൻ്റെ എല്ലാവിധ ലക്ഷ്യം. എപ്പോഴും ആകർഷകമായിട്ടുള്ള അയോധ്യയിലേക്ക് നീ പോയി വിവരങ്ങളെല്ലാം പറയണം. അങ്ങനെ ഒരു ഗരുഡൻ എപ്രകാരമാണോ ഗാംഭീര്യത്തോടു കൂടി സഞ്ചരിക്കുന്നത്, അതുപോലെ ഹനുമാൻ പോയി ഗംഗ, കൈമുന മുതലായിട്ടുള്ള സംഗമം അവിടെയൊക്കെ പോയി ശൃംഗവേരപുരത്തിൽ പോണു. ഗുഹനെ കണ്ടു. വേഗം പറഞ്ഞു, ഞാൻ ഹനുമാനാണ്. രാമൻ 14 വർഷം വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഗുഹ ഇവിടെ വരും, നിന്നെ കണ്ടിട്ടേ അയോധ്യയിലേക്ക് പോകുള്ളൂ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് കേട്ടപ്പോൾ പെട്ടെന്നൊരു നിമിഷം രോമാഞ്ചത്തോട് കൂടിയിട്ട് ഗുഹനെ സംസാരിക്കാൻ വാക്കുകൾ പോലും കിട്ടിയില്ല. രോമാഞ്ചത്തോടു കൂടി രോമക്കെടുത്ത് നിന്നിട്ട് എന്താ ഞാൻ കേൾക്കുന്നത്? വനവാസം പൂർത്തിയാക്കിയിട്ട് എൻ്റെ രാമൻ തിരിച്ചു വരികയാണോ? ഇതിലും വലിയൊരു സന്തോഷ വാർത്ത, ഇതിലും വലിയൊരു സംഭവം എനിക്കിനി കേൾക്കാനില്ല. അങ്ങനെ രാമതീർത്ഥം, വാലുകി നദി മുതലായിട്ടുള്ളതൊക്കെ കടന്ന് വരും എന്നൊക്കെ പറഞ്ഞു. നന്ദി ഗ്രാമത്തിൻ്റെ സമീപത്ത് പൂത്ത് നിൽക്കുന്ന ധാരാളം വൃക്ഷങ്ങൾ അവിടെയുണ്ട്. ഏരിക്കുന്ന ത്രിബാലവൃദ്ധന്മാരാൽ വൃക്ഷങ്ങൾ ചുറ്റപ്പെട്ടതായിട്ടുള്ള, അവരാൽ ചുറ്റപ്പെട്ട വൃക്ഷങ്ങൾ അങ്ങനെ കണ്ടു. വൃദ്ധാജനം അനുഗ്രഹിച്ചിട്ടുണ്ട്, എപ്പോഴും പൂവും കായും ഉണ്ടാവട്ടെ. അത്തരം വൃക്ഷങ്ങൾ നന്ദിഗ്രാമത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ടു. പിന്നെ ഹനുമാൻ നന്ദിഗ്രാമത്തിലേക്ക് എത്തുകയാണ്. കണ്ടു ഭരതനെ, ജഡാവേഷ താപസധാരിയായിട്ടുള്ള ഭരതനെ കണ്ടു. എന്നിട്ടോ ഞാൻ ഹനുമാനാണെന്നും വരുന്നുണ്ട് രാമൻ, ഇതാ എത്തി, ഇനി ഏതാനും മണിക്കൂറുകൾ നിമിഷങ്ങളേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. രാമൻ ഭരതനോട് കുശലം ചോദിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഭരതാവർത്തമാനം എന്നറിയാൻ രാമന് വ്യഗ്രതയുണ്ട്. അതിനാണ് ഈ കുശലം ചോദിക്കാതെ പണ്ടത്തെ ഒരു സമ്പ്രദായമാണ്. വരുന്നുണ്ട്, അവരെല്ലാം വിമാനത്തിൽ വരുന്നുണ്ട് എന്നിങ്ങനെ കേട്ടതോട് കൂടിയിട്ട് ഭരതൻ മൂർച്ഛിച്ചിട്ട് വീണു. കാരണം 14 കൊല്ലം കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നില്ലെങ്കിൽ തീയിൽ ചാടി ഞാൻ മരിക്കും, പിന്നെ ഒരു ദിവസം ഈ ഭരതൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തതാണ്. അപ്പോൾ ആ രാമൻ്റെ വരവ് കേട്ടതുകൊണ്ട് സ്വബോധം പോലും നഷ്ടപ്പെട്ടൊരു വീഴ്ച. കുറച്ച് കഴിഞ്ഞു സാധാരണ നിലയിലേക്ക് വന്നു. ഹനുമാനെ ആലിംഗനം ചെയ്തു. ഹനുമാൻ, അങ്ങ് ദേവനോ മനുഷ്യനോ
ഇത്ര നല്ല ഒരു വർത്തമാനം എനിക്ക് തന്നിട്ടുള്ള അങ്ങേ എന്ത് വിളിക്കണം എന്ന് എനിക്ക് നിശ്ചയില്ല. ആറോട് ചേർത്ത് ആലിംഗനം ചെയ്യുന്ന ഇതിൽ വലിയൊരു വാർത്തയോ ഇതിലും വലിയൊരു സന്തോഷമോ എൻ്റെ ജീവിതത്തിൽ ഇനിയില്ല. രാമൻ്റെ ലക്ഷണങ്ങളൊക്കെ വർണ്ണിച്ചു. ഉത്തമനായിരിക്കുന്ന ലക്ഷണമൊത്തതായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠനെ ഇത്ര കാലമായി ഞാൻ കണ്ടിട്ട്, 14 കൊല്ലമായില്ലേ. ഈശ്വര, അതിനൊരവസാനം ഉണ്ടായി, ആ വിരഹത്തിന് ഒരവസാനം ഉണ്ടായില്ലോ. ഈ ആനന്ദം എങ്ങനെയാണ് പറയാനായിട്ട് സാധിക്കുക? അങ്ങനെ പലവധി നാളുകളായിട്ട് രാമനില്ലാതെ കഴിച്ചു കൂട്ടിയിട്ടുള്ള വിരഹത്തിന് ഇതാ വിരാമട വരാൻ പോകുന്നു. രാമനും വാനരന്മാരും തമ്മിൽ എവിടെ വെച്ച് കണ്ടു, ഹനുമാൻ എങ്ങനെ കണ്ടു, എല്ലാം പറയണം. അതുമുതൽക്കുള്ള കാര്യങ്ങളെല്ലാം വളരെ ചുരുക്കി വിടാതെ ഹനുമാൻ പറയുകയും അച്ഛൻ്റെ ആ ഒരു മരണത്തെക്കുറിച്ചിട്ട് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അവിടുന്ന് മുതൽക്ക് എല്ലാം പറഞ്ഞു. ശരഭംഗ മഹർഷി വിരാധനെ വധിച്ചത്, സീത പരിക്കപ്പെട്ടത്, ശൂർപ്പണഖയുടെ വൃത്താന്തം, 14,000 രാക്ഷസന്മാരെ മരിച്ചത്, കൊന്നത് 3.25 നാഴിക കൊണ്ട് കൊന്നതും, കരദൂഷണത്ത് ശിരസിൻ്റെ മാരീചൻ, മായാമാനം മുതലായിട്ടുള്ള കാര്യവും, സീതാപഹരണവും, ആ ജഡായു അവന് വേണ്ടി ജീവത്യാഗം ചെയ്തതും, കബന്ധനെ കൊണ്ടതും, ഋഷ്യമൂകാചരത്തിൽ കണ്ടതും, സുഗ്രീവ സഖ്യം, ബാലി സഖ്യം, 100 കോടി വാനരന്മാരുമായിട്ട് വന്നതും, വിന്ധ്യപർവ്വതത്തിൽ സമ്പാദിവാക്യം മുതലായ എല്ലാ കാര്യങ്ങളും തുടർന്ന് സമുദ്രം ലംഘിച്ച് ആ സീതാദേവിയെ കണ്ടു ഞാൻ എന്ന് പറഞ്ഞു ഹനുമാൻ. മോതിരം കൊടുത്തു, ആ ചൂടാരത്നം തന്നതും രാമന് തിരിച്ചു കൊടുത്തതും, സീതയുടെ ദുഃഖം ഒരു പരിധിവരെ കുറയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. മരിക്കാൻ വരെ തയ്യാറായിട്ടാണ് സീത കഴിച്ചു കൂട്ടിയിരുന്നത് വരത. ആ രംഗങ്ങളൊക്കെ ഞാൻ എങ്ങനെ പറയും? എന്തായാലും അതിനൊരു ചെറിയ വിരാമം, രാമൻ ഇവിടെ വരും, രാവണനെ വധിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് സീതയ്ക്ക് സമാധാനമായത്. തീർച്ചയായിട്ടും ഇത് സംഭവിക്കും ദേവി, ഒരിക്കലും അവിവേകം ചെയ്യരുത്, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. വിജയശ്രീലാദനായിട്ട് ഈ ലോകം മുഴുവൻ കീർത്തി പരത്തിയതാ, രാവണനെ വധിക്കാൻ രാമൻ വരുന്നുണ്ട്. ഇന്ദ്രജിത്തിൻ്റെ വൃത്താന്തം, വരപ്രാപ്തി, മുനിയാരുടെ ആ കാര്യങ്ങൾ, വിഭീഷണൻ്റെ അഭിഷേകം പ്രതീകാത്മകമാണ്. രാവണവധത്തിന് മുമ്പേ ഉള്ള അഭിഷേകം, പിന്നെ രാവണനെ വധിച്ചതും ശരിക്കുള്ള അഭിഷേകവും എല്ലാം വർണ്ണിച്ചു. കിഷ്കിന്ധയിലേക്ക് അവരൊക്കെ വന്ന് ഞങ്ങൾ എല്ലാവരും വിമാനത്തിൽ കയറി വന്നതും അങ്ങനെ വർണ്ണിക്കണു. അതിനുശേഷം രാമൻ പുഷ്പക വിമാനത്തിൽ വന്നു. പറയണ ദേവതാനിജ സർവാണി ചൈത്യാനി നഗരാണിജ സുഗന്ധമാല്യേർവാദിത്രേ അർച്ചന്തു ശുചേനര. എല്ലാ ദേവാലയങ്ങളിലും പൂജ നടക്കണം, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, എവിടെയെല്ലാം കുഴികളുണ്ടോ അതൊക്കെ നികത്തപ്പെടട്ടെ, റോട്ടിൽ ഒരു ദിക്കിൽ പോലും കുണ്ടും കുഴി ഉണ്ടാവരുത്. രാമനാണോ വരുന്നത്? ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണോ ഇല്ലേ? റോഡ് ഈ രാമൻ വരുമ്പോൾ അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ വല്ല അത്ഭുതമുണ്ടോ? എവിടെയും കുണ്ടും കുഴിയും തീർത്ത് റോഡൊക്കെ നിരപ്പാക്കണം. അതുപോലെ പതാകകൾ എല്ലാ ദിക്കിലും ഉണ്ടാവട്ടെ, കൊടി ഉണ്ടാവും അതില്ലേ. മുഖ്യമന്ത്രി വരുമ്പോഴും കൊടി പറക്കില്ലേ? ആ കൊടി പറത്തി എന്ന് പറഞ്ഞാൽ അതിൽ രാമൻ വരുമ്പോൾ വേണ്ടേ അതൊക്കെ ചെയ്തു. ദശരഥ പത്നിമാർ സന്തോഷിച്ചു, രാമൻ വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ കൈകേയിക്ക് കന്മഷമൊക്കെ മനസ്സിൽ നിന്ന് പോയിരിക്കണു. രാമന് കൈകേയിയോടുകൂടി അതൊക്കെ മാറി. നന്ദിഗ്രാമത്തിലെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. കുതിരക്കുളമ്പുഴയുടെ അച്ച, ശംഖനാഥം, തുന്തുബി വാദ്യം മുതലായിട്ടതൊക്കെ മുഴങ്ങി എല്ലാവരും ആനന്ദത്തിൽ ആറാടി. അങ്ങനെ ഭരദ്വാജ ആശ്രമത്തിൻ്റെ അവിടെ എത്തി. ഗോമതി നദിയുടെ അവിടെ വിമാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും കുറച്ച് സമയം മാത്രമേ അയോധ്യയിലേക്ക് ആ വിമാനം എത്താനുള്ളൂ എന്ന് തോന്നുന്നു എന്ന് ഹനുമാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. മനോവേഗത്തിലാണ് വിമാനത്തിൻ്റെ സഞ്ചാരം. ഗോമതി നദിയുടെ അടുത്ത് അവനവിടെ അടുത്ത നിമിഷം ഇവിടെ എത്തും. അത്ര വേഗത്തിലാണല്ലോ വിമാനത്തിൻ്റെ ആ ഒരു വേഗത. ശരിക്കും നമുക്കിത് വായിക്കുമ്പോൾ അനുഭവപ്പെടുന്നതാണ്. കിലോമീറ്റർ കണക്കാക്കുന്ന സമയത്ത് എത്ര വേഗം അത്ര എത്തണത്. ആർപ്പ് വിളി എല്ലാ ദിക്കിലും മുഴങ്ങി. രാമനാണ് വരണത്. 14,000 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അന്ന് എല്ലാവരും കരഞ്ഞതാണ്. ആരൊക്കെ കരഞ്ഞു? വൃക്ഷങ്ങളടക്കം കരഞ്ഞു ഇല്ലേ? ആന പട്ട തിന്നാതെ നിന്നു എന്നാണ് പറയണം. അവർക്കത് തോന്നുന്നില്ലേ? അപ്പം അത്തരം ദുഃഖ ആ നിമിഷം കഴിഞ്ഞിട്ടിതാ അതിനെല്ലാം ഒരു വിരാമം വരികയല്ലേ? ആർപ്പ് വിളി ഉണ്ടായ അത്ഭുതമുണ്ടോ? എല്ലാ ദിക്കിലും ഇന്ദ്രന് സമാനമായിട്ട് ആ വിമാനം കാണപ്പെട്ടു. അതാ വിമാനം രാമൻ വരുന്നു എല്ലാവരും പറയാൻ തുടങ്ങി. അങ്ങനെ വിമാനത്തിലിരിക്കുന്ന ആ സൂര്യനെ, മേരുപർവ്വതത്തിലത്തെ സൂര്യനെ പോലെ പ്രകാശത്തോടു കൂടി കണ്ടു. ആ വിമാനത്തിൽ നിങ്ങടെ ഇറങ്ങി എല്ലാവരും രാമനെ, സുഗ്രീവനെയും അങ്കദനെയും ജാംബോദനെയും മൈന്ദൻ, ദിവിതൻ, നീലൻ മുതലായിരിക്കുന്ന വാനരന്മാരെ മുഴുവൻ പുണർന്നു വണങ്ങി. ഒക്കെ കാരണമാണ് എനിക്ക് രാവണവധം സാധിച്ചത്. എല്ലാവരോടും കുശലം ചോദിച്ചു. സുഗ്രീവനോട് പറഞ്ഞു, അങ്ങ് എനിക്ക് 5ാമത്തെ ഭ്രാതാവാണ്, പഞ്ചമ ഭ്രാത.
4 സഹോദരന്മാരാണ് ദശരഥനുണ്ടായിരുന്നത്. പക്ഷേ സുഗ്രീവ, നീ അതിനെ 5 മാറ്റി. ഞങ്ങളിൽ നിന്ന് ഒട്ടും അന്യനല്ലാത്ത നിന്നെ പഞ്ചമപ്രാതാവായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്യജന്മ കൃതാർത്ഥന്മേ സമൃദ്ധച്ച മനോരഥ യക്താം പശ്യാമി രാജാനം അയോധ്യാം പുനരാഗതം. ഏതായാലും സുഗ്രീവനെ ആലിംഗനം ചെയ്ത് 5ാമത്തെ ഭ്രാതാവാണ് എന്നുള്ള സ്ഥാനമാണ് സുഗ്രീവന് കൊടുത്തത്. ആ ഭരതൻ തനിക്ക് ഏൽപ്പിച്ച രാജ്യം രാമന് തിരിച്ചു കൊടുത്തു. കണ്ണീർ വാർത്തു രാമ, ഇതിനു വേണ്ടി 14 കൊല്ലമായി ഞാൻ കാത്തിരിക്കുന്നു. അങ്ങ് എന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന എല്ലാവിധ ഐശ്വര്യം 10 ഇരട്ടിയാക്കിയിട്ട് ഞാൻ തിരിച്ചു തരുന്നു. ഇപ്പം രാജാവ് അല്ലേ, ഭരണാധികാരിയുടെ രൂപ എങ്ങനെ കൊടുക്കുക? ഖജാന കാലിയായി. ഈ പുതിയ ഭരണാധികാരി കാലി ഖജാനയെ ഞങ്ങൾക്ക് കിട്ടിയത്, പിന്നെ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാതിരിക്കുമോ? അപ്പോൾ കുറച്ച് പഴയ ആൾക്കാരെ കുറ്റം പറയും, അങ്ങനെയാവും ചെയ്യും. മാക്സിമം ഖജാന കൊള്ള അടിച്ചിട്ടാണ് കൊടുക്കുക അല്ലേ. ഇവിടെ അങ്ങനെയല്ല, 10 ഇരട്ടിയാക്കിയിട്ടുണ്ട് രാമ. ഒന്നും ഞാൻ നശിപ്പിച്ചിട്ടോ ഇല്ലാതാക്കിയിട്ടോ ഇല്ല. എന്നാലോ പാവപ്പെട്ടവരോട് നികുതി പിരിച്ചിട്ടുമില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടത്, പാവപ്പെട്ടവരെ ബാധിക്കുന്ന വിധത്തിൽ പിഴിഞ്ഞിട്ടല്ല ഈ ഭണ്ഡാരം ഞാൻ വർദ്ധിപ്പിച്ചത്, പണക്കാരിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അത് മേടിക്കാമല്ലോ, രാജാവിന് അധികാരപ്പെട്ടതാണ്. ഒരൊറ്റ പാവപ്പെട്ടവനെ ദരിദ്രനെ ഉപദ്രവിക്കാതെ ഞാൻ സമ്പത്ത് സമ്പാദിച്ചു. പാവപ്പെട്ടവർക്കൊക്കെ ഉപകാരമല്ലാണ്ട് ഞാൻ കാരണം അവർ വിഷമിച്ചില്ല. അങ്ങനെയാണ് നികുതി വർദ്ധിപ്പിച്ചത്. ഈ ഭണ്ഡാരത്തെ 10 ഇരട്ടിയാക്കി തീർത്തത്. ആന, കുതിര എന്തെല്ലാം ഉണ്ടോ എല്ലാം 10 ഇരട്ടിയാക്കിയിട്ട് തൻ്റെ ജ്യേഷ്ഠൻ്റെ കാക്കൽ സമർപ്പിച്ചു. ഭരതന് വേണമെങ്കിൽ ഭരിക്കാം, ഇനി തുടരാട്ടോ, ഞാൻ വന്നു വിചാരിച്ചിട്ട് എനിക്ക് തരണമെന്നൊന്നുമില്ല എന്ന് ഭഗവാന്റെ വിനയാണ്. ആലോചിച്ച് നോക്കൂ. ആ പുഷ്പക വിമാനം കുബേരന് കൊടുത്തയച്ചു. പുഷ്പവിമാനത്തിനോട് പറഞ്ഞു, നിബീട്യപാദോ വിതകാസനേ ശുഭേ സഹൈവ തേനോപവിവേശരാഘവ. അതുകൊണ്ട് ഇത് ആർക്കാ അവകാശപ്പെടുന്ന? ബൃഹസ്പതേ ശക്ര രവാമരാധിപ. രാവണൻ്റെ കയ്യിൽ നിന്ന് താൻ തിരിച്ചെടുത്ത് വേണമെങ്കിൽ രാവണത് അവിടെ കരുതാൻ തൻ്റെയെന്ന് പറഞ്ഞിട്ട് കുബേരനുമായിട്ട് തനിക്ക് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. പക്ഷെ അത് രാമൻ ചെയ്യില്ല. തനിക്ക് അർഹതപ്പെട്ടത് മതി തനിക്ക്. ഇതാർക്ക് അവകാശപ്പെട്ടതാണ്? തപസ്സുകൊണ്ടോ എന്തൊക്കെയോ ബലം കൊണ്ട് കുബേരൻ നേടിയതാണ്. അതുകൊണ്ട് വിമാനമേ എന്ന് പറയാണ്, നീ ഉടനെ കുബേരൻ്റെ അടുത്തേക്ക് പോവുക. തതോ രാമാപ്യനുജ്ഞാതം തത് വിമാനം അനുത്തമം ഉത്തരാം ദിശമാഗത്യ ജഗാമതനതാലയം. വടക്കാണ് കുബേരദിക്ക്. അങ്ങനെ ആ വിമാനം വടക്ക് ഭാഗത്ത് കുബേര ദിശ നോക്കി അങ്ങോട്ട് പറന്നു. അതിന് ആ പൈലറ്റൊന്നും വേണ്ട, പൊക്കോളാൻ പറഞ്ഞാൽ വിമാനമാണ് പോകുക. അങ്ങനത്തെ വിമാനമാണത്. അതുകൊണ്ട് കുബേരൻ അവകാശപ്പെട്ടതായിട്ടുള്ള ഈ വിമാനം എനിക്ക് ആവശ്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് അതിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന കുബേരൻ്റെ അവിടെ എത്തട്ടെ. ഇപ്പോൾ ഭരതനോട് തിരികെ നൽകി. ഭരതനോട് ഭരിക്കണമെന്ന് ചോദിച്ചാൽ ഭരതൻ പറഞ്ഞു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഈ ഹംസത്തിൻ്റെ വഴി കാക്കകൾക്ക് പിന്തുടരാൻ സാധിക്കുമോ? ശത്രുനാശക, അങ്ങ് ഹംസവും ഞാൻ കാക്കയാണ്. അതുകൊണ്ട് അങ്ങ് രാജ്യം ഭരിച്ച പോലെ എങ്ങനെ ഞാൻ ആവും? അതുപോലെ തന്നെ ഒരു വിധത്തിലും കുതിരയുടെ മാർഗവും കഴുതയുടെ മാർഗവും വളരെ വ്യത്യാസമാണ്. കണ്ടാൽ സാമ്യം ഉണ്ടെങ്കിലും കഴുത എവിടെ, കുതിര എവിടെ? രാജകീയമാണ് കുതിര. അതുപോലെ ഹംസം എവിടെ, കാക്ക എവിടെ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ രാജ്യം ഭരിക്കുകയാണെങ്കിൽ അത് ഏത് പ്രകാരത്തിലാവും എന്നറിയോ? ഭരതൻ പറയുകയാണ്, ഈ പൊട്ടിയ ഒരു ചിറ, നല്ലപോലെ വെള്ളം കെട്ടിയിട്ടുള്ള ചിറയിന് പൊട്ടിച്ചാൽ അത് കെട്ടാൻ എത്ര പ്രയാസം ഉണ്ടാവും? കെട്ടുമ്പോഴേക്ക് പിന്നെയും പൊട്ടും ഇല്ലേ? അങ്ങനെ ഒരുപാട് വെള്ളം നശിച്ചിട്ട് അത് കെട്ടുമ്പോഴേക്ക് വെള്ളമൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഉപമയാണ് ഈ പൊട്ടിയ ചിറ കെട്ടാൻ നോക്കണ പോലെ. എല്ലാം കെട്ടി കഴിയുമ്പോഴേക്ക് വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും. അതുപോലെ രാമ ഈ രാജ്യം ഞാൻ ഭരിക്കാൻ പുറപ്പെട്ടു. ഒരിക്കലും അത് പൂർണ്ണമാവില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ ഈ രാജ്യം ഭരിക്കണം. എന്നാൽ അങ്ങനെ ആവട്ടെ, എല്ലാവരുടെയും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യില്ല എന്നാണ് രാമൻ പറഞ്ഞത്. അതുകൊണ്ട് ശത്രുഘ്നൻ അവിടുത്തെ എല്ലാവിധ ക്ഷുരകന്മാരെയും വരുത്തി. ബ്യൂട്ടി പാർലറുകളൊക്കെ സജീവമായി. അവിടെ പോയിട്ടല്ല, ബ്യൂട്ടി പാർലർ ഇങ്ങോട്ട് വന്നു. അങ്ങനെ പണ്ടൊക്കെ ഈ വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ട് വന്നിട്ടാണ് അത്രയും ക്ഷുരകന്മാർ ഷേവ് ചെയ്യുക, അതുപോലെ തന്നെ മുടി മുറിക്കുക, ക്ഷൗരം ചെയ്യുകയൊക്കെ ചെയ്യുക. ഇങ്ങോട്ട് വരൽ പണ്ടങ്ങനെ വീടുകളിൽ എത്രയോ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പം അവരെ വരുത്തി കുളി കഴിഞ്ഞു. കുറിക്കൂട്ടുകൾ, അലങ്കാരങ്ങളൊക്കെ രാമൻ ചെയ്തു. 14 കൊല്ലമായിട്ട് ഇപ്പോഴാണ് കുളിക്കുന്നത്. അലങ്കാരങ്ങൾ, കുറിക്കൂട്ടുകൾ, വസ്ത്രങ്ങൾ, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത്. അമ്മമാരൊക്കെ സീതയെ അലങ്കരിച്ചു.
കൗസല്യ വാനരപത്നിമാരെ പ്രത്യേകം ചമയിച്ചു. നല്ലൊരു അവസരമാണ്, പട്ടാഭിഷേകമാണ് വരണത്. സുമന്ത്രർ തേര് കൊണ്ടുവന്നു. അന്ന് രാമനെ കൊണ്ടേ വിട്ടതാണ്. പിന്നെ ആ തേരിൽ രാമനെ തെളിക്കാൻ കിട്ടാതെ ദുഃഖിച്ചിരിക്കുകയാണ്. ഈ പണി തന്നെ ഞാൻ നിർത്തിയാലോ, എന്തിനാ രാമനില്ലാത്ത തേര് എന്ന് വിചാരിച്ചിരിക്കുന്ന സുമന്ത്രന് രാമനെ ഇരുത്തി തേര് വലിക്കാൻ സന്ദർഭം കിട്ടിയതുകൊണ്ട് വീണ്ടും അവൻ സന്തോഷിച്ചു. രാമൻ ആ തേരിലങ്ങനെ കയറി, സുഗ്രീവൻ കയറി, ഹനുമാൻ കയറി, എല്ലാവരും കയറിയിട്ട് മന്ത്രിമാരൊക്കെ കാര്യാലോചന ചെയ്തു. പെട്ടെന്ന് തന്നെ പട്ടാഭിഷേകത്തിനുള്ള ആലോചന ദ്രുതഗതിയായി നടക്കട്ടെ, എന്തൊക്കെയാണ് അതിന് വേണ്ടത് എങ്കിൽ അതെല്ലാം ചെയ്യാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ ആ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. വിജയനും സുമന്ത്രനും അശോകനും ഇവരൊക്കെ തേരാളികളാണ്. രാമൻ്റെ അഭിവൃദ്ധിക്കും നഗരത്തിൻ്റെ സമൃദ്ധിക്കും വേണ്ടി വേണ്ടതെല്ലാം കൂടി ആലോചിച്ചു. എന്തായാലും പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കം നോക്കാമെന്ന് പറഞ്ഞു. രാമൻ ഇന്ദ്രനെ പോലെ വിളങ്ങി. ഭരതൻ അതുപോലെ തന്നെ കടിഞ്ഞാണ് പിടിച്ചു. തേരിൻ്റെ കടിഞ്ഞാണ് ഭരതൻ പിടിച്ചു. ശത്രുഘ്നൻ വെൺകൊറ്റപ്പുട, ലക്ഷ്മണൻ വെഞ്ചാമരം വീശി, വിഭീഷണൻ മറ്റൊരു ചാമരം വീശി. ഋഷിമാരെല്ലാം കൂടി രാമനെ സ്തുതിച്ചു. ഇവരുടെ വളരെ പഴയ ഒരു ആനയാണ് ശത്രുഞ്ജയം. അപ്പോൾ പറഞ്ഞിരുന്നത് ശത്രുഞ്ജയം എന്നൊരു ആനയെ അലങ്കരിച്ചു. അതിൽ വയസ്സായ ജീവികളെ കൊല്ലുക, ഉപേക്ഷിക്കുക സംസ്കാരം നമുക്ക് വേണ്ട. നമ്മൾ വയസ്സായ എവിടെയെങ്കിലും കൊണ്ടാ തള്ളാൻ തുടങ്ങിയിട്ടോ, അത് പാടില്ല. അവിടെ ശത്രുഞ്ജയം ഇത് കാരണമാണ് ഇവർക്ക് ഒരുപാട് ഐശ്വര്യം ഉണ്ടായത്. ഈ ശത്രുഞ്ജയം ഉണ്ട്. ആ ആനയെ അവരെപ്പോഴും ബഹുമാനിക്കും. വയസ്സായാലും വയ്യാണ്ടായാലും ആനയെ അങ്ങനെ സംസ്കാരമാണ് അവർക്ക്. ആ ആന അവരുടെ ഐശ്വര്യം, അവരുടെ ശത്രുഞ്ജയം എന്ന ആനയെ വേണ്ട വിധം ബഹുമാനിച്ച് അലങ്കരിച്ച് പട്ടങ്ങളൊക്കെ ചാർത്തി. 900 ആയിരക്കണക്കിന് ആനകളുണ്ടായിരുന്നു. ശംഖ്, ആർപ്പുവിളി മുതലായിട്ട് തൊട്ട് രാമൻ നീങ്ങി. എല്ലാവരും അഭിവാദ്യം ചെയ്തു. അമ്മമാർ ഒക്കെ അഭിവാദ്യം ചെയ്യട്ടെ, അതിന് വേണ്ട കാര്യങ്ങൾ നോക്കട്ടെ. സ്വർണം, വെള്ളി, അക്ഷതം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഒരുങ്ങണം. എല്ലാറ്റിനും കന്യകമാർ ചമയിക്കുക, ആന പൊന്നണിയിക്കുക, എന്തൊക്കെയാണ് പട്ടാഭിഷേകത്തിന് വേണ്ടത് അതൊക്കെ വേണം. രാവണ വിജയത്തെക്കുറിച്ചും രാവണവധത്തെക്കുറിച്ചും എല്ലാവരും ചർച്ചയൊക്കെ ചെയ്തു. അങ്ങനെ കൊടികളോടും തോരണങ്ങളോടും കൂടിയിട്ട് അയോധ്യയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. അയോധ്യാപ്രവേശം നേരത്തെ പറഞ്ഞുള്ള വെൺകറ്റക്കുട, ആലവട്ടം മുതലായിട്ടതൊക്കെ വേണ്ട പോലെ ഉണ്ടായി. അങ്ങനെ അയോധ്യയിലേക്ക് പ്രവേശിച്ചു. രാമൻ്റെ ആ ഉത്തമഗൃഹം സുഗ്രീവന് കൊടുത്തു എന്നാണ്. വിഭീഷണൻ എന്തേ കൊടുക്കാഞ്ഞ്? രാവണൻ്റെ സഹോദരനായതുകൊണ്ട് മാത്രം കൊടുക്കാതിരുന്നതല്ല. വിഭീഷണനെ കിട്ടിയത് എന്തുകൊണ്ടാണ്? ഈ സുഗ്രീവൻ ഉണ്ടാവുകൊണ്ടാണ്. ലങ്കയിലേക്ക് കടക്കാനും രാവണനെ കൊതിക്കാനും എല്ലാം ആദ്യം വളരെയധികം ഏറ്റവും കൂടുതൽ സഹായിച്ച സുഗ്രീവനാണ്. വിഭീഷണൻ അവൻ്റെ പങ്ക് വഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, കൂടുതൽ സുഗ്രീവനാണ്. അതുകൊണ്ടാണ് സുഗ്രീവന് രാമഗൃഹം കൊടുത്തു താമസിക്കാൻ. അങ്ങനെ അവിടെ വിളക്ക്, വിരിപ്പ്, താമസിക്കേണ്ട സാധനങ്ങളെല്ലാം അവിടെ എത്തി. 4 സ്വർണ്ണക്കുടത്തിൽ വിവിധ രീതിയിൽ ഉള്ളതായിരിക്കുന്ന സമുദ്രത്തിൽ നിന്ന് ജലം കൊണ്ടുവരണം അഭിഷേകം ചെയ്യാനായിട്ട്. നളൻ വടക്കോട്ട് പോയി, കിഴക്കോട്ട് തുഷേണൻ പോയി, തെക്കോട്ട് ഋഷഭൻ പോയി, പടിഞ്ഞാട്ട് ഗവയനും പോയി. പ്രഭാതമാവണേൻ്റെ മുമ്പേ എല്ലാവരും ആ കുടത്തിൽ വെള്ളം കൊണ്ടുവന്നു. വസിഷ്ഠൻ, ജാബാലി മുതലായിട്ടുള്ള പ്രായം ചെന്ന ബ്രാഹ്മണർ, പുരോഹിതർ എല്ലാവരും കൂടിയിട്ട് രാമൻ്റെ പട്ടാഭിഷേകത്തിന് ശ്രമിക്കുകയാണ്. രത്നപീഠത്തിൽ ആ വസിഷ്ഠൻ രാമനെ ഇരുത്തി സീതാസമേതം. അഷ്ടവസുക്കൾ കൂടി ഇന്ദ്രനെ എപ്രകാരം അഭിഷേകം ചെയ്തുവോ വസിഷ്ഠോ വാമദേവച്ച ജാബാലിരഥകാശ്യപാം കാത്യായന സുയജ്ഞശ്ച ഗൗതമോ വിജയസ്തത അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വസിഷ്ഠൻ, വാമദേവൻ, ജാബാലി, കാശ്യപൻ, കാത്യായൻ മുതലായിട്ടവരൊക്കെ അങ്ങനെ വേണ്ട വിധത്തിൽ ആ അഭിഷേകം നിർവഹിക്കപ്പെട്ടു. അഭ്യഷിഞ്ചന്നരവ്യാക്രം പ്രസന്നേന സുഗന്ധിനാം. ആ ഇന്ദ്രനെ ഏത് പ്രകാരത്തിലാണോ അഭിഷേകം ചെയ്തത് അതുപോലെ വേണ്ട രീതിയിൽ സലിലേന സഹസ്രാക്ഷം വസവോ വാസവം യഥാ. വസുക്കൾ വാസവനെ ഇന്ദ്രനെ എന്ന പോലെ ആ വെള്ളം കൊണ്ട് അഭ്യഷിഞ്ചന്നരവ്യാക്രം സുഗന്ധജലം കൊണ്ടും ആ രാമനെ രാജാവ് ആ അയോധ്യാപതിയായിട്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ രാമൻ രാജാവായി. ദേവതകൾ ഔഷധികൾ വർഷിച്ചു മുകളിൽ നിന്ന്. വെഞ്ചാമരം ശത്രുഘ്നൻ മുതല കുട പിടിച്ചു. സുഗ്രീവൻ വെഞ്ചാമരം വീശി. വിഭീഷണൻ മറ്റൊരു താലവൃന്ദം വീശി. അങ്ങനെ വലിയൊരു താമരമാല ഇന്ദ്രൻ രാമനായി കൊണ്ട് കൊടുത്തയച്ചു. ദേവഗന്ധർമാരൊക്കെ ഗാനം മുഴക്കി, അപ്സരസ്സുകളൊക്കെ നൃത്തം ചെയ്തു. സന്ധ്യകൾ ഓരോ രാഘവൻ്റെ അഭിഷേകോത്സവത്തിൽ ഭൂമിയിൽ സസ്യങ്ങളെല്ലാം
തഴച്ച് വളർന്നു എന്ന് പറയണം. ധാരാളം സസ്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം തഴച്ച് ഒറ്റ സസ്യം പോലും ഉണങ്ങുകയോ കുളിർമ ഇല്ലാതെ ഇരിക്കുകയോ ചെയ്തില്ല. ലക്ഷക്കണക്കിന് കുതിരകൾ, പശുക്കളെ മുതലായിട്ട് രാമൻ ബ്രാഹ്മണർക്കായി സജ്ജനങ്ങൾക്കായി കൊണ്ട് ദാനം ചെയ്തു. എത്രയോ 30 കോടി സ്വർണ്ണ നാണയങ്ങൾ ദാനം ചെയ്തു. നല്ലൊരു മാല സുഗ്രീവനും കൊടുത്തു, അതുപോലെ വളകൾ അംഗദന് കൊടുത്തു. സീതയ്ക്ക് ഒരു മാല കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ള ആൾക്കിത് കൊടുക്കാൻ പറഞ്ഞു. സീത അത് ഹനുമാന് നൽകി. ഹനുമാൻ ഈ ലോകത്തിൽ രാമനെ കഴിച്ചാൽ പിന്നെ എനിക്ക് പ്രിയനായിട്ടുള്ള ആൾ അങ്ങാണ്, കാരണം നീ കാരണമാണ് രാമൻ ദുഃഖിച്ചിരിക്കുന്ന എനിക്ക് രാമവൃത്താന്തം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് എനിക്ക് ആരുള്ള രാമനും അങ്ങനെ തന്നെയാണ് ഹനുമാനെ. എവിടെ എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിയും, എവിടെയൊക്കെ രാമകീർത്തനമുണ്ടോ അവിടെ ഹനുമാൻ ഉണ്ടാവും. 2 കൈയും തലയിൽ വെച്ച് കണ്ണീരൊഴുക്കിയിട്ടുണ്ടാവും, വെറുതെ ഇരിക്കില്ല, ശ്രദ്ധയോടുകൂടി കേട്ട് അലിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഹനുമാൻ ആ മാല സമ്മാനിച്ചു. അങ്ങനെ ആ വലിയൊരു മേഘത്തോടു കൂടിയിട്ടുള്ള പർവ്വതം ശോഭിക്കുന്നത് പോലെ ഹനുമാൻ ശോഭിച്ചു. ദിവിതൻ, മൈന്ദൻ, നീലൻ, അവിടെ എത്ര വാനരന്മാരുണ്ടോ ആ വാനരന്മാർക്കെല്ലാം കൊടുത്തു. ഒന്നും കിട്ടാത്തതായിട്ട് ഒരു വാനരൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിഭീഷണൻ ലങ്കയിലേക്ക് പോയി, സുഗ്രീവൻ കിഷ്കിന്ധയിലേക്ക് പോയി. എല്ലാവരും അവരവരുടെ അടുത്തേക്ക് പോയി പറഞ്ഞു, പൂർവികമായിട്ടുള്ള രാജാക്കന്മാർ പാലിച്ചിരുന്നതായിട്ടുള്ള ഈ രാജ്യത്തിൽ അല്ലയോ ലക്ഷ്മണ, നീ യുവരാജാവാവണം. അടുത്ത രാജാവ് എന്ന നിലയ്ക്ക് ഒരു യുവരാജാവ് പദവി ഉണ്ടല്ലോ, പോസ്റ്റ്. ഇപ്പം ലക്ഷ്മണൻ പറഞ്ഞു, അത് വേണ്ട, അതുപോലും ഞാൻ സ്വീകരിക്കില്ല. ഏട്ടനുള്ള എൻ്റെ എല്ലാ സേവനവും അർപ്പണമാണ് ഏട്ട. എന്തെങ്കിലും അതിന് ഞാൻ സ്വീകരിച്ചാൽ അതിൻ്റെ മൂല്യം കുറയും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് യുവരാജാവാൻ എന്നോട് പറയരുത്. എന്നാൽ ഞാൻ ഭരതനെ യുവരാജാവ്, സന്തോഷം, അതാണ് വേണ്ടത് എന്നും പറഞ്ഞ് ഭരതനെ യുവരാജാവാക്കി. ആ 10,000 കൊല്ലം രാമൻ രാജ്യം ഭരിച്ചു. അശ്വഗന്ധ, അതായത് അശ്വമേധം, പൗണ്ടരീകം, വാജപേയം, ഓരോരോ യാഗങ്ങളുടെ പേരൊക്കെ ധാരാളം നടത്തി ആജാനബാഹുവായിട്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് രാമൻ 10,000 കൊല്ലം രാജ്യം ഭരിച്ചു. പിന്നെ രാമരാജ്യത്തിൻ്റെ കുറച്ച് ഫലം പറയുകയാണ്. വൈധവ്യമില്ല, ബാലമരണമില്ല, ആർക്കും രോഗമില്ല, കള്ളന്മാരുടെ യാതൊരു ഭയവുമില്ല. നിർദ്ദസുരഭവൻ ലോകോ നാനർത്ഥക്കച്ചിതപ്യർശൽ, കള്ളന്മാരില്ലാത്ത ലോകമായിട്ട് മാറി. പോലീസിൻ്റെ ആവശ്യമില്ല, കള്ളന്മാരുണ്ടെങ്കിലല്ലേ. ആർക്കും പരസ്പരം പഴിയോ വൈധവ്യോ ബാലമരണമോ ഇല്ല, എല്ലാവരും ദീർഘായുഷ്മാന്മാരായി. ഭാഗവത്തിൽ പറയും, മരണത്തെ പോലും പ്രജകൾ ജയിച്ചു ഇത്ര രാമൻ്റെ കാലത്ത്. മൃത്യുച്ചാൻ ഇച്ഛതാൻ നാസിൽ രാമോ രാജൻ യഥോക്ഷജയ്. രാമൻ രാജാവാകുമ്പോൾ യമൻ വന്നാൽ പറയും, ഇന്നിപ്പോൾ പറ്റില്ല, നാളെ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞാൽ യമനടക്കം തിരിച്ചു പോയി. കാരണം ഇത് രാമരാജ്യമാണ്, രാമനോട് കളിക്കാൻ താൻ ആളല്ല. അവിടെ എനിക്കിപ്പോൾ വരാൻ തരക്കടില്ല, സൗകര്യമില്ല യമ എന്ന് കാലനോട് പറഞ്ഞാൽ 2 ദിവസത്തെ ആയുസ്സടക്കം ബോണസ് കൊടുത്തിരുന്നു കാലൻ എന്നാണ് പറഞ്ഞിരുന്നത്. അത്ഭുതം ആലോചിച്ച് നോക്കിയാലേ. അങ്ങനെ എല്ലാവിധ സുഖസൗകര്യങ്ങളോട് വർണ്ണാശ്രമധർമ്മങ്ങൾ തനിക്ക് ഉള്ളതൊക്കെ അതേപോലെ അനുഷ്ഠിച്ച് അസത്യം പറയാതെ പരതാരങ്ങളെ നോക്കുപോലും ചെയ്യാതെ എല്ലാ പുരുഷന്മാരും, അതുപോലെ പുരുഷന്മാരെ ശ്രദ്ധിക്കാതെ സ്ത്രീകളും അവരവരുടെ ഭർത്താവിനെ ഈശ്വരനായിട്ടും സ്ത്രീകളെ ജീവന് തുല്യം സ്നേഹിച്ചുകൊണ്ടും കഴിച്ചുകൂട്ടി സർവ്വവൃക്ഷങ്ങളും പൂത്തും കായച്ചും തഴുത്തും എല്ലാവർക്കും സമൃദ്ധമായി മഴ സുഖമായിട്ടങ്ങനെ പെയ്തു. കാലേ വർഷിച്ച പർജന്യ സുഖ പശ്ചിച്ച മാരുത കാലേ വർഷതു പർജന്യ പൃഥിവീ സസ്യശാലിനി. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, മഴ കാലത്ത് പെയ്യണേ. ശരിക്കും പെയ്യണം, കാലം മാറിയിട്ട് പെയ്യാനും പാടില്ല. അകാലത്ത് വൃഷ്ടി ഉണ്ടാവാണ്ടിരിക്കണം, കാലത്തിൽ മഴ ഉണ്ടാവണം ചെയ്യണം. സർവേ ലക്ഷണസമ്പന്ന സർവേ ധർമ്മപരായണ, എല്ലാവരും ധർമ്മപരായണന്മാരായിരുന്നു. ആരും തന്നെ അസത്യം പറഞ്ഞില്ല, കള്ളം ഉണ്ടായിരുന്നില്ല, ദാരിദ്ര്യം ഇല്ല. മഴ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അകാലത്ത് പെയ്യുകയോ പ്രകൃതിക്ഷോഭം ഇല്ലാതിരിക്കുകയോ ചെയ്തു. ഇതാണ് രാമരാജ്യത്തിൻ്റേതായിട്ടൊരു പ്രത്യേകത. പിന്നെ ബലശ്രുതി പറഞ്ഞു, ഈ രാമായണ കാവ്യം ആദികാവ്യമായിട്ടുള്ള വാൽമീകി ചമച്ചതാണ്. രാഘവേണ യഥാ മാതാ സുമിത്ര ലക്ഷ്മണേന ച, ഏതൊരാൾ ഈ രാമായണം ശ്രദ്ധയോട് കൂടിയിട്ട് വായിക്കുക, കേൾക്കുക, പറയുക, ഇതൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്ക് ധനം വേണ്ടവർക്ക് ധനവും ആരോഗ്യം വേണ്ടവർക്ക് ആരോഗ്യവും പുത്ര ആഗ്രഹിക്കുന്നവർക്ക് പുത്രലാഭവും ഉണ്ടാവും. ധർമ്മനിഷ്ഠയിൽ നിൽക്കാനും ആയുസ് വർദ്ധിക്കാനും ഇത് മതി.
ക്രോധത്തെ ജയിക്കാനും ആപത്തുകളില്ലാതിരിക്കാനും മതി. ശൃണോതി ഇതങ്കാവ്യം ആർഷം വാൽമീകിനാകൃതം ശ്രദ്ധദാനോജിത ക്രോധോ ദുർഗാണ്യരിതരിത്യസോ. എല്ലാവിധ കഷ്ടങ്ങളെയും ആപത്തുകളെയും അവൻ തരണം ചെയ്യുന്നു. ഏതെങ്കിലും ആൾ സ്വജനങ്ങളോട് വേർപെട്ടിട്ടുണ്ടെങ്കിൽ, രാമായണം സീത വേർപെട്ട കഥയാണ് രാമനിൽ നിന്നേ. അപ്പം അതുകൊണ്ട് സ്വജന വേർപാട് വല്ലവർക്കും ദുഃഖമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനും ഇത് മതി. സംഗമം പ്രവാസാന്തേ സമാഗമം പ്രവാസാന്തേ ലഭതേജാഭിബാന്ധവി. വിരഹ ദുഃഖം മകനെ കാണാനില്ല അല്ലേ, അങ്ങനെയൊക്കെ വരാലോ. അങ്ങനെയുള്ളവർക്ക് അവരുമായിട്ടുള്ള സമാഗമം ഈ രാമായണം കൊണ്ട് വേഗം കിട്ടും. എല്ലാ ദേവതകൾ അവിടെ വസിക്കും. പിശാചുക്കളോ മറ്റ് ചീത്ത ഉപദ്രവങ്ങളോ രാമായണം വായിക്കുന്നിടത്ത് ഉണ്ടാവില്ല. അതുപോലെ ഈ നല്ല സ്ത്രീകൾ സൽപ്രജകളെ നേടുന്നു, നല്ല ഭർത്താക്കന്മാരെ നേടുന്നു. അവർക്കതാണല്ലോ വേണ്ടത്. സൽപുത്രന്മാർ, നല്ല ഭർത്താക്കന്മാരെ നേടാനും നല്ല പുത്രന്മാരെ നേടാനും എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തിയിട്ട് പൂജയഞ്ച പാം ചേമം ഇതിഹാസം പുരാതനം സർവപാപാൽ പ്രമുച്ചേര ദീർഘമായുർ അവാപ്നിയാൾ. ദീർഘായുസ് ഇതുകൊണ്ട് കിട്ടും. വിഷ്ണു പ്രസാദിക്കുന്നു. ആത്മീയ രാമായണം വിഷ്ണുവിനെ പ്രസാദിക്കണമെങ്കിൽ രാമൻ മനുഷ്യനല്ല. രാമായണമിതം കൃഷ്ണം പഠതസ്തദാ പ്രിയതേ സതതം രാമ സഹി വിഷ്ണു സനാതന. ഈ രാമൻ സനാതനായിരിക്കുന്ന വിഷ്ണു തന്നെയാണ്. അതുകൊണ്ട് ഈ രാമായണം വായിച്ചാൽ വിഷ്ണു പ്രസാദം കിട്ടിക്കോളും. കുടുംബവൃത്തിം ധനധാന്യവൃത്തിം ത്രിയച്ച മുഖ്യ സുഖമുത്തമം ച ശുദ്ധാശുഭങ്കാവ്യം ഇതം മഹാർത്ഥം പ്രാപ്നോതി സർവാം ഭുവി ച അർത്ഥസിദ്ധിം. മംഗളകരമായിട്ടുള്ള ഈ കാവ്യം സർവാർത്ഥസിദ്ധിക്ക് ഉതകുന്നതാണ്. ഈ ലോകത്തിൽ തന്നെ സുഖം കിട്ടും. മരിച്ചുപോയ പരലോകത്ത് മോക്ഷം കിട്ടുക മാത്രമല്ല, ഇവിടെ ദീർഘായുസ്, സ്നേഹം, ആരോഗ്യം, ആയുഷ്യം, ആരോഗ്യകരം യശസ്യം സൗഭ്രാതൃകം ബുദ്ധികരം സുഖം ച ശ്രോതവ്യമേത നിയമേന സദ്ഭിർ ആഖ്യാനം ഓജസ്കരം വൃത്തികാമി. പ്രാതൃസ്നേഹവും കുടുംബസുഖവും ആയുസ് എല്ലാം, കൊട്ടർപ്പുള്ള കുടുംബജീവിതവും എല്ലാം കിട്ടും. ഇതെല്ലായ്പ്പോഴും എല്ലാവരും കേൾക്കേണ്ടതാണ്. കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങണം എന്നാണ്. ഏവമേ തത്പുരാവൃത്തമാഖ്യാനം ഭദ്രമസ്തുവ. എല്ലാവർക്കും ഇത് വായിച്ചിട്ട് മംഗളുണ്ടാവട്ടെ. പ്രവ്യാഹരത വിസ്ത്രബ്ധം ബലം വിഷ്ണു പ്രവർത്തതാം. വിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാ പിതൃക്കളും സന്തോഷിക്കും. പിതൃദോഷം എന്നൊന്നും രാമായണം വായിക്കുന്നിടത്തുണ്ടാവില്ല. നമ്മൾ പല തർക്കിക്കും. മരിച്ചതിന് ശേഷം ഉണ്ടോ പിതൃകർമ്മമുണ്ടോ, ഇത് ചെയ്യേണ്ടതല്ലേ, ചെയ്തില്ലെങ്കിൽ ദോഷം ഉണ്ടാവുമോ? ഇതൊന്നും ഭക്തനെ സംബന്ധിച്ച് ബാധകമല്ല. ഭക്തിമാർഗത്തിലുള്ളവർക്ക് കർമ്മത്തിൻ്റെ പ്രസക്തി ഇല്ല. എല്ലാവരും ചെയ്യണത് ചെയ്യണം. അല്ലെങ്കിൽ പറയില്ല ശാത്തം കൂടി കൂട്ടാത്തവനാണ് അച്ഛൻ മരിച്ച. അത് പറയാതിരിക്കാൻ ചെയ്യണം എന്നല്ലാണ്ട് അത് ശരിയാവാതെ വരിക. ഇടയ്ക്ക് ഒരു വർഷം അഥവാ ചെയ്യാൻ പറ്റാതെ മുടങ്ങി ഒന്നും ചെയ്താൽ വിഷമിക്കണ്ട. ഭക്തി മാർഗത്തിലുള്ളവർക്ക് കർമ്മം അത്രയ്ക്കേ പ്രാധാന്യമുള്ളൂ. വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെ കടന്ന് തിരിയേണ്ട. ഭക്തി കൊണ്ട് എല്ലാ ദോഷവും ഇല്ലായ്മ ചെയ്ത് രാമൻ ചോദിച്ചാൽ മതിയല്ലോ. രാമായണ ശ്രവണത്താൽ പിതൃക്കൾ സന്തോഷിക്കും. വേറെ കർമ്മം ചെയ്തില്ലെങ്കിലും സന്തോഷിക്കും. അത് ചെയ്യണം എന്ന് മാത്രം, ചെയ്യേണ്ടത് ചെയ്യണം എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം ഉണ്ട്. ഇതുകൊണ്ട് അതില്ലാണ്ട് ദോഷങ്ങളില്ലാണ്ടായിക്കോളും. അതിൽ വരുന്ന കുറവുകളൊന്നും നമ്മളെ ബാധിക്കില്ല എന്നർത്ഥം. ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് പിതൃക്കളുടെ ദോഷം തീരാനും ഇത് മതി. ഭക്തിയാരാമസേമാം സംഹിതാം ഋഷിണാകൃതാം ലേഖയന്തീക ചനരാ തേഷാം വാസർത്തിവിട്ടവേ. മുനി രചിച്ചതായിട്ടുള്ള ഈ രാമചരിതം ലോകത്തിൽ ഭക്തിപൂർവം പ്രചരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മരണശേഷം ശ്രേയസ്, സ്വർഗലോകത്തിലുള്ള വാസം മുതലായിട്ടുള്ളതെല്ലാം ലഭിക്കും എന്നും പറഞ്ഞ് രാമായണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രിയരെ, ഭാഗ്യം കൊണ്ട് രാമായണം മുഴുവനായിട്ട് വളരെ പൂർണ്ണമായിട്ടും നന്നായിട്ടും പറയാൻ സാധിച്ചു എന്ന് ഉള്ളവൻ അഭിമാനിക്കുന്നില്ല. ഞാനൊരു മനുഷ്യനാണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള അപാകതകളെല്ലാം ഉണ്ടാവും. സജ്ജനങ്ങളും ഭഗവാനും അത് ക്ഷമിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അപൂർണമായിരിക്കുന്ന ഈ വിവരണം തന്നെ പറയട്ടെ. അപൂർണമായിട്ടുള്ള ഈ വിവരണമാണ്. പൂർണ്ണമായി എന്ന് അഭിമാനിക്കില്ല. ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു കാര്യമുണ്ട്. നമുക്ക് രാമായണത്തിൽ ആദ്യത്തെ ഏതാനും ഭാഗങ്ങൾ പറയാൻ സാധിച്ചിട്ടില്ല. അതായത് ഋഷ്യശൃംഖനെ കൊണ്ട് പുത്രകാമേഷ്ടി നടത്തുന്ന മുതലാണ് നമ്മൾ ചെയ്തത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ഒരു 11 സർഗം, 2-3-4 ഭാഗമേ വേണ്ടി വരുള്ളൂ. തുടക്കം മുതലായിക്കോട്ടെ. അതും കൂടി നമുക്ക് നാളെ മുതൽക്ക് ചെയ്യാനുണ്ട്.
ഋഷ്യശിങ്കനെ ഉത്തരകാമേട്ടിക്ക് കൊണ്ടുവരുന്ന വരേക്കുള്ള ഭാഗം കൂടി ചെയ്തിട്ട് നമ്മൾ രാമായണം ഇവിടെ അവസാനിക്കുകയാണ്. അതും കൂടി ഇട്ടളയാം. യൂട്യൂബിലൊരു പ്രോഗ്രാം വരുമ്പോൾ അത് പൂർണ്ണമായിക്കോട്ടെ. പൂർണ്ണം ആവില്ല കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ. എങ്കിലും എല്ലാ ഭാഗത്തെയും സ്പർശിക്കാമല്ലോ. അപ്പോൾ ആദ്യത്തെ ഏതാനും ഭാഗം ഓഡിയോ ആയിട്ടാണ് ഇട്ടിരുന്നത്. ഓർമ്മിക്കുന്നുണ്ടാവും എല്ലാവരും. കുറേ മാസങ്ങളായല്ലോ തുടങ്ങിയിട്ട്. എന്നിട്ട് ഋഷ്യശിങ്കനെ പുത്രകാമേഷ്ടി മുതൽക്കാണ് വീഡിയോ ആക്കിയത്. അപ്പോൾ ആ ഒരു 3-4 ഭാഗം, 11 സർഗുണ്ട്, 3-4 ഭാഗത്താക്കാം. ചില സർഗങ്ങൾ കൂട്ടിയിട്ട് ഒരു ഭാഗമായിട്ട് 3-4 ഭാഗം കൂടി അത് ഇടാം. അതിനുശേഷം വാൽമീകി രാമായണത്തിൻ്റെ സമയത്ത് സന്ധ്യയ്ക്ക് നമ്മൾ ഭാഗവതം കൊടുക്കുന്നതാണ്. ഭാഗവതത്തിൻ്റെ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു കഥാഖ്യാനമല്ല കൊടുക്കുന്നത്. അത് കഥ പറഞ്ഞു പോയി നമ്മളെന്നേ ഉള്ളൂ. ശ്ലോകമായിട്ട് ഉള്ള ഒരു വിവരണം കൊടുക്കാൻ പോവുകയാണ്. അത് വാൽമീകി രാമായണത്തിന് ശേഷം. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ദേതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം കാലേ വർഷതു വർജന്യ പൃഥിവീ സസ്യശാലിനി ദേശോയണ്ഠോപരഹിത ബ്രാഹ്മണ സന്തു നിർഭയ സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം മംഗളം ഭവതു സർവേഷാം പൂർണ്ണം ഭവതു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവരും 2 വരിയെങ്കിലും രാമായണം വായിച്ചിട്ട് കിടക്കുക. എല്ലാ ദിവസവും അത് ഒരു പതിവാക്കുക. കർക്കിടം ഒന്നും നോക്കരുത്. കർക്കിടമല്ല ഇവിടെ വിഷയം. കർക്കിടം നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ കർക്കിടം നോക്കിയിട്ടല്ലോ ചെയ്തത്. അധ്യാത്മ രാമായണം മലയാളം വായിച്ചാൽ മതി. ഒക്കെ ഒന്ന് തന്നെയാണ്. അത് എങ്കിലും ഒരു 2 വരി വായിച്ചിട്ട് കിടന്ന് നോക്കുക. അതിൻ്റെ ശ്രേയസ് നിങ്ങൾക്ക് അനുഭവപ്പെടും. ശ്രേയസ്സാണ്, പ്രേയസല്ല കേട്ടോ. ധനവും സ്വർണവും പദവിയും കൂടുന്ന ഞാൻ പറഞ്ഞില്ല. അത് പ്രേയസ്സാണ് അത്രേ. സാങ്കേതിക ശ്രേയസ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സുഖവും സന്തോഷമാണ്. മനസ്സിൻ്റെ സുഖവും സന്തോഷമാണ് നമുക്ക് പിയും ഷുഗറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ എല്ലാറ്റിനും സഹായിക്കുന്നത്. മനസ്സില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അതാണ് ശ്രേയസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടും. പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും രാമായണ പാരായണം ഒരു ശീലമാക്കി മാറ്റാൻ അഭ്യർത്ഥിച്ച്. കർക്കിടം നോക്കരുത്. കർക്കിടത്തിലല്ല, രാമായണ മാസമല്ല, അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് രാമായണ ദിവസമായിക്കോട്ടെ. എല്ലാ ദിവസവും 2 വരിയെങ്കിലും വായിച്ചിട്ട് അത് കടന്നു നോക്കൂ. അതിൻ്റെ ശ്രേയസ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മുതൽക്ക് ആദ്യത്തെ ഒരു 3-4 ഭാഗം കൂടി ഉണ്ടാവുള്ളൂ. അത് വീണ്ടും കൊടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.